എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്രാവശ്യം ഞാൻ ബൊഗൈൻവില്ലകൾക്ക് നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടി കൊടുക്കുന്ന വളങ്ങളെ പറ്റിയും ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ഐഡിയൊക്കെയാണ് പറയുന്നത്. ഇപ്രാവശ്യം കുറച്ച് ജൈവ വളങ്ങളുടെ മിക്സ് ഇട്ട് കൊടുക്കുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറേ എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് കടലപ്പിണ്ണാക്കാണ്. ഇത് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നന്നായി പൊടിച്ച് അതും ഇതിനോടുകൂടെ ചേർത്തിട്ടുണ്ട്. ഇവ മൂന്നും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് ചെടികളുടെ ചുവട് ചേർത്തല്ല, ചട്ടിയുടെ സൈഡ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചാണകപ്പൊടി കുറച്ച് കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ വേറെ ഇതിനോട് ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് എല്ലാത്തിനും നന്നായി വെള്ളം ഒഴിച്ച ശേഷം ഇതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇളക്കുമ്പോൾ മണ്ണൊക്കെ കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് 70ഓളം വെറൈറ്റി ബൊഗൈൻവില്ലകൾ, ഹൈബ്രിഡ് ബൊഗൈൻവില്ലകൾ ഉണ്ട്. അതെല്ലാം ഒന്നിച്ചല്ല പൂക്കുന്നത്. ഇപ്പോൾ പൂത്തു നിൽക്കുന്ന വെറൈറ്റി ബൊഗൈൻവില്ലകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹവായ് വൈറ്റ്. നിറയെ പൂക്കളുണ്ടാകുന്നവയാണ്. ഇവയുടെ ഇലകളും വേരിയേഷനുള്ളവയാണ്. അടുത്തത് സക്കൂറ. ഇതിൻ്റെ ഇലകളും പൂക്കളും വളരെ ഭംഗിയാണ് കാണുവാൻ. അടുത്തത് തിമ പിങ്കാണ്. ഇതിൻ്റെ ഇലകൾക്ക് വേരിയേഷനുണ്ട്. നല്ല ഭംഗിയുള്ള ഇലകളാണ്. പിങ്കും വൈറ്റും പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. അടുത്തത് റൂബി റെഡാണ്. ബീട്രൂട്ടിൻ്റെ കളറാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. ഇത് നിറയെ പൂക്കുന്നതാണ്. തുര പൂക്കളുണ്ടാകും. ഇതാണ് ഡോക്ടർ റാവു റെഡ്. നല്ല ഇലകൾക്ക് നല്ല വേരിയേഷനുണ്ട്. നല്ല റെഡ് കളറിലുള്ള പൂക്കൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇത് ടാങ്ലോങ് പിങ്കാണ്. പൂക്കളൊക്കെ പകുതിയേ വിരിയുള്ളൂ. നിറയെ പൂക്കളുണ്ടാകും. പകുതിയേ വിരിയുള്ളൂ എങ്കിലും ടാങ്ലോങ്ങിൻ്റെ വെറൈറ്റികളെല്ലാം നല്ല ഭംഗിയാണ് കാണുവാൻ. ഇത് ഗ്ലോസി ബ്രിസയാണ്. ഇതിൻ്റെ പൂക്കൾ ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു ഓറഞ്ച് കളറിലേക്ക് മാറുന്നുണ്ട് കാണാം. ഇതും തുര പൂക്കളുണ്ടാകുന്നതാണ്. ഇത് ബട്ടർ കപ്പ്. ഇത് പൂക്കളൊക്കെ ഉണ്ടായി കൊഴിയാറായി നിൽക്കുന്നതാണ്. രണ്ടാമത് വിരിഞ്ഞതാണ്. ഇത് സിൽവർ തായ് ഡിലൈറ്റ്. ഇതിൻ്റെ ഇലകളൊക്കെ ഒരു സിൽവർ ഷെയ്ഡാണ് ഉള്ളത്. വേരിഗേറ്റഡ് ആണ്. ആദ്യം വൈറ്റ് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. പിന്നീട് അത് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറുന്നത് കാണാം. ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അടുത്തത് മൂൺലൈറ്റ് അഡർണയാണ്. ഇതിന് മൂന്ന് കളറിൽ പൂക്കളുണ്ടാകും. യെല്ലോ, പിങ്ക്, പീച്ച്, ഓറഞ്ച്. ഒരു ബ്രാക്റ്റിൽ തന്നെ 2 കളറുണ്ടാകും. ചില ഇലകൾക്കും വേരിയേഷനുണ്ട്. ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണ് ചില ഇലകൾ വളർന്നു വരുന്നത്. ധാരാളം പൂക്കളുണ്ടാവുകയും ചെയ്യും. ഇത് ചില്ലി യെല്ലോയാണ്. പൂക്കളൊക്കെ ഫെയ്ഡായി തുടങ്ങിയതാണ്. കൊഴിയാറായതാണ്. ഇത് ടാങ്ലോങ് റെഡാണ്. പിങ്ക് പോലെ തന്നെ പാതിയേ വിരിയുള്ളൂ. ഇത് ചെറിയ പ്ലാന്റാണ്. പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ. ഇത് ഗ്രീൻ ആപ്പിളാണ്. ഇലകൾക്കൊക്കെ നല്ല പച്ച കളറാണ്. പൂക്കൾക്ക് ഒരു ചെറിയ ഒരു പച്ച കളറുണ്ട്. ഇതാണ് തായ് സുവർണ. യെല്ലോ കളറിൽ പൂക്കൾ ആദ്യം ഉണ്ടാകും. ഒരു ഗോൾഡൻ കളറാണ്. പിന്നീട് അത് വൈറ്റ് കളറിലേക്ക് മാറും. വലിയ പ്ലാന്റാണ്. പെട്ടെന്ന് വളർന്ന് വലുതാവുന്നവയാണ്. പൂക്കളും വലിയവയാണ്. ഇത് ഫയർ ഓപ്പാൽ. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഓറഞ്ച് കളറാണ്. നിറയെ പൂത്തു നിന്നാൽ വളരെ ഭംഗിയാണ് കാണാൻ. ഇത് കുറച്ചൊക്കെ പൂക്കൾ കൊഴിഞ്ഞു നിൽക്കുന്നവയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും
വളർത്താൻ പറ്റുന്നവയാണ്. ഇത് നല്ലൊരു പിങ്ക് കളറാണ്. നിറയെ പടർന്നു വളരുന്നവയാണ്. ധാരാളം പൂക്കളും ഉണ്ടാവും. ഫോർമോസ പോലെയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയത്തില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പീച്ച് മഷൂരിയാണ്. പീച്ച് കളർ പിന്നീട് പിങ്ക് കളറിലേക്ക് മാറും. ഇതിൻ്റെ പെറ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇലകൾക്കും വേരിയേഷൻ ഉള്ളവയാണ്. ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടിയ വേരിയേഷനാണ്. ഇലകളൊക്കെ ഇച്ചിരി ചുരുണ്ടുമാണ് ഇരിക്കുന്നത്. ഇത് ബട്ടർഫ്ലൈ യെല്ലോ. ഇതിൻ്റെ ഇലകൾക്കും ഒരു സിൽവർ കോട്ടിംഗ് ഒക്കെ ഉണ്ട്, വേരിയേഷനും ഉണ്ട്. ബ്രാക്ട്സും വീതി കുറഞ്ഞവയാണ്. ഇലകളും നീണ്ടാണ് ഇരിക്കുന്നത്. പൂക്കളാണെങ്കിലും നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ്. അടുത്തത് ബ്ലാക്ക് മൊണാലിസയാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാലും അതിൻ്റെ പെറ്റൽസ് പിങ്കും വൈറ്റും ചേർന്നതാണ്. ചെറിയ പൂക്കളാണ്. ഇലകളും ചെറുതാണ്. നിറയെ പൂക്കും. പിങ്കും വൈറ്റും കൂടി ചേർന്ന് നല്ല ഭംഗിയുണ്ട് കാണുവാൻ. ഇത് കെളീസ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. വലിയ പൂക്കളാണ്. പ്ലാന്റും തണ്ടുകൾക്ക് ഇച്ചിരി നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്. വലിയ പൂക്കളാണ്. വൈറ്റിന് സൈഡിൽ കൂടെ ഒരു പർപ്പിൾ കളർ കയറി വരുന്നതാണ്. അടുത്തത് ചില്ലി ഓറഞ്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏകദേശം ഫയർ ഓപ്പാൽ പോലെയൊക്കെ ഇരിക്കും. ഇത് മിസ് ഹോളണ്ട്. വൈറ്റും പിങ്കും കളറിലാണ് പൂക്കളുണ്ടാകുന്നത്. നിറയെ പൂക്കളുണ്ടാവും. ഇതാണ് വീര ഡാർക്ക് പിങ്ക്. നല്ല കളറിൽ അറ്റത്താണ് പൂക്കളെല്ലാം ബഞ്ചായിട്ടുണ്ടാകുന്നത്. നിറയെ പൂക്കളുണ്ടാകും. അതിൻ്റെ ലൈറ്റ് കളറാണ് ഇത്. രണ്ടും നല്ല ഭംഗിയുള്ളതാണ് കാണുവാൻ. ഇതിൽ പൂക്കളായി വരുന്നതേ ഉള്ളൂ. ഇതൊരു മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗൻവില്ലയാണ്. 5 കളർ ആണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, റെഡ്. ഇതിന് നല്ല ഷേപ്പൊന്നുമില്ല. നല്ല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയാണ്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.